KTU 2019 scheme triply third semester measurement and instrumentation module 2. First topic induction type energy meter ആണ്. Construction 4 parts ആണ് വരുന്നത്. First one driving system. Driving systemത്തിൽ electromagnetsum 2 coils ആണ് വരിക. അതിൽ സപ്ലൈൻ്റെ അക്രോസ് കണക്ട് ചെയ്യുന്ന കോയിലിന് പ്രഷർ കോയിലിന് വിളിക്കും. ലോഡിൽ കണക്ട് ചെയ്യുന്ന കോയിലിന് കറണ്ട് കോയിലിന് പറയും. മൂവിങ് സിസ്റ്റത്തിൽ ഒരു അലുമിനിയം ഡിസ്ക്കാണ് വരിക. ഇത് ഇലക്ട്രോമാഗ്നറ്റ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. പിന്നെ ഈ അലുമിനിയം ഡിസ്കിൻ്റെ അടുത്ത് നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റ് പ്ലേസ് ചെയ്യും. അതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. രജിസ്റ്റർ മെക്കാനിസത്തിൽ ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻസ് റെക്കോർഡ് ചെയ്യുന്ന മെക്കാനിസമാണ് രജിസ്റ്റർ മെക്കാനിസത്തിലുള്ളത്. ഇനി വരുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ പ്രഷർ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണം ഒരു ഫ്ലക്സ് ഉണ്ടാവും 5P. അതുപോലെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് കോയിലിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും 5S. അപ്പോൾ പ്രഷർ കോയിലിൻ്റെ ഫ്ലക്സ് 5P, ഈ കറണ്ട് കോയിലിൻ്റെ ഫ്ലക്സ് 5Sനെ ഒരു 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഈ രണ്ട് ഫ്ലക്സുകളും തമ്മിലുള്ള ഈ ഫേസ് ഡിഫറൻസ് കാരണം ഈ അലുമിനിയം ഡിസ്കിൽ എഡി കറൻസ് ഇൻഡ്യൂസ് ആവും. സോ ഈ എഡി കറൻസ് ഈ ഫ്ലക്സുകളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അലുമിനിയം ഡിസ്കിൽ ടോർക്ക് ഡെവലപ്പ് ആവും. ഈ ടോർക്ക് കാരണം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലെ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് ലോഡ് കൺസ്യൂം ചെയ്യുന്ന എനർജിക്ക് പ്രൊപ്പോർഷനായിരിക്കും. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്കവിടെ ഡെറിവേഷനിൽ കാണാം. അതുപോലെ ഡിസ്കിലൊരു ബ്രേക്കിംഗ് സിസ്റ്റം കാരണം ഒരു ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാവും. നമുക്കറിയാം കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവും എന്നുള്ളത്. സോ ആ ബ്രേക്കിംഗ് ടോർക്കിൻ്റെ എക്സ്പ്രഷൻ K3 × N എന്ന് കൊടുക്കാം, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുമ്പോൾ ഈ രണ്ട് ടോർക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ടോർക്കിൻ്റെ ഇക്വേഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസിൻ്റെ എക്സ്പ്രഷൻ കിട്ടും K × പവറിന്. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് N-നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പവർ ഇൻറ്റു ടൈം എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. പവർ ഇൻറ്റു ടൈം എനർജിയാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എനർജി ആയിരിക്കും. നെക്സ്റ്റ് 2 എലമെൻറ്റ് എനർജി മീറ്റർ അല്ലെങ്കിൽ 3 ഫേസ് എനർജി മീറ്റർ എന്ന് പറയാം. ഒരു സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ അതുപോലുള്ള 2 യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ 3 ഫേസ് എനർജി മീറ്റർ ഫോം ചെയ്യുന്നത്. നമ്മളിത് ക്ലാസ്സിൽ ഇതുപോലെ തന്നെ വാട്ട് മീറ്ററിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായി. അതായത് സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് 3 ഫേസ് വാട്ട് മീറ്റർ ഉണ്ടാകുന്നത്. അതേ സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെയും നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് പവർ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ CT PT വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലിലേക്കും കറണ്ട് കോയിലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപയോഗിച്ചിട്ട് നമ്മൾ റീഡിങ്സ് എടുക്കുക. എന്നിട്ട് CTയുടെയും PTയുടെയും ആക്ച്വൽ റേഷ്യോ വാട്ട് മീറ്ററിൻ്റെ റീഡിങ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് മീറ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടർ ഉണ്ട്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ റീഡിങ് കിട്ടും. നെക്സ്റ്റ് ഇലക്ട്രോണിക് എനർജി മീറ്റർ ആണ്. നമ്മളുടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ സിഗ്നൽസ് നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ തരുന്ന മീറ്ററാണ് ഇലക്ട്രോണിക് എനർജി മീറ്റർ. സോ ഇതിൽ മെയിനായിട്ടും കറണ്ട് പ്രോസസ്സിംഗ് യൂണിറ്റും വോൾട്ടേജ് പ്രോസസ്സിംഗ് യൂണിറ്റും സീറോ ക്രോസിംഗ് ഡിറ്റക്റ്റിംഗ് സർക്യൂട്ട് ഉണ്ട്, ADC ഉണ്ട്, മൈക്രോ പ്രോസസർ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഇതിൽ കറണ്ടിൻ്റെയും വോൾട്ടേജിനൊക്കെ പ്രോസസ്സ് ചെയ്യും പ്രോസസ്സിംഗ് യൂണിറ്റ്സ് വെച്ചിട്ട്. എന്നിട്ട് അത് ADCയിലേക്ക് കൊടുക്കും. ഈ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഫേസ് ഡിഫറൻസ് നമുക്ക് സീറോ ക്രോസിംഗ് ഡിറ്റക്റ്റിംഗ് സർക്യൂട്ട് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് 5 കിട്ടും. ഈ 5 മൈക്രോ പ്രോസസറിലേക്ക് കൊടുക്കും. മൈക്രോ പ്രോസസറിൻ്റെ ലുക്കപ്പ് ടേബിൾ വെച്ചിട്ട് അതിന് പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഈ വോൾട്ടേജ് ADCയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് കറണ്ടിൻ്റെ ഡാറ്റയും അതുപോലെ ഈ പവർ ഫാക്ടറിൻ്റെ ഡാറ്റയും വെച്ചിട്ട് മൈക്രോ പ്രോസസർ എനർജി കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതൊരു LED ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്യുക. അടുത്തത് ഹോൾ ഇഫക്റ്റ് മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോൾ ഇഫക്റ്റ് മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വാട്ട് മീറ്റർ വെച്ച് നമുക്ക് ഒരു ടോട്ടൽ ടൈമിൽ പവറാണ് കണ്ടെത്താൻ പറ്റുക, ഓരോ പീരിയഡ് ഓഫ് ടൈം. ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്നത് ഹോൾ ഇഫക്റ്റിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു പെർപെൻഡിക്കുലർ ഫീൽഡിൽ വെച്ചാൽ ആ കണ്ടക്ടറിൻ്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ആവുന്നുള്ളതാണ് ഹോൾ ഇഫക്റ്റ്. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ആവുന്ന വോൾട്ടേജിനെ നമ്മൾ ഹോൾ വോൾട്ടേജ് VH എന്ന് പറയും, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇൻറ്റു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ആ കണ്ടക്ടറിൻ്റെ തിക്നെസ്. കറണ്ട് കറണ്ട് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. നമ്മളൊരു മാഗ്നറ്റിക് കോൺസെൻട്രേറ്റർ വെച്ചിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ അവിടെ കാണിച്ചിരിക്കുന്ന ഹോൾ ഇഫക്റ്റിന് പെർപെൻഡിക്കുലറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഹോൾ ഇഫക്റ്റ് മെറ്റീരിയലിൽ കൂടെ കറണ്ട് IP ഫ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെ അക്രോസ് ഒരു
വോൾട്ടേജ് ഉണ്ടാവും VH. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഹോൾ ഇഫക്റ്റിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് VH ഇസ് ഈക്വൽ ടു K ഇൻറ്റു IP ഇൻറ്റു B ബൈ തിക്നെസ് T എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഈ കറണ്ട് IP എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജിനും പ്രൊപ്പോർഷണലും ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടായത് കറണ്ട് കോയിലേക്കൂടെ ഫ്ലോ ചെയ്ത് കറണ്ട് Iക്ക് പ്രൊപ്പോർഷണലുമാണ്. സോ നമുക്കവിടെ IP B എന്നുള്ളതിന് പകരം V ഇൻറ്റു I എന്ന് റീപ്ലേസ് ചെയ്യാം. ബാക്കി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഹോൾ വോൾട്ടേജ് ആ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് പവറിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ പവറിൻ്റെ റീഡിങ് കിട്ടും. നെക്സ്റ്റ് സ്മാർട്ട് മീറ്ററിംഗ് ആണ്. സ്മാർട്ട് മീറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജി മീറ്റേഴ്സ് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ വീടായിട്ട് നമ്മളുടെ ഹോമായിട്ടും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ആയിട്ടും കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് TOD മീറ്റർ ആണ്. ടൈം ഓഫ് ഡേ മീറ്ററിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ടൈമും കൂടെ. സോ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറി ടോപ്പിക്സിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ്. ഇതിൽ എനർജി മീറ്ററിൻ്റെ ടോപ്പിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് നമുക്ക് പാർട്ട് ബിയിൽ ചോദിക്കാറുള്ളത്. ബാക്കി വരുന്ന ടോപ്പിക്സൊക്കെ പാർട്ട് എയിൽ 3 മാർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട് ബിയിൽ തന്നെ സെക്ഷനായിട്ട് 2 സെക്ഷനായിട്ട് ക്വസ്റ്റ്യൻസ് അതിലൊരു 4 മാർക്കിനൊക്കെ വരാം.